വീണ്ടും പുതിയ ഉടായ്പുമായി പുതിയ വീഡിയോയുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും അവിടെ എത്തുന്നതായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക ചെയ്യുന്നത്. അതായത്, നിനക്കൊരു സ്റ്റൂൾ യൂസ് ചെയ്തൂടെ, നിൻ്റെ ജാക്കറ്റ് മാറ്റിക്കൂടെ, ആംഗിൾ കുറച്ചൊന്ന് ശരിയാക്കിക്കൂടെ. ഇതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തു സുഹൃത്തുക്കളെ, കമൻ്റായിട്ട് രേഖപ്പെടുത്തു. ഇമ്പ്രൂവ് ആക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും പറയണം. ഞാനിന്ന് ഇരിക്കാനായിട്ട് സ്റ്റൂളൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ ഇരിക്കേണ്ട ആവശ്യം വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പക്ഷെ ഇത് ഭയങ്കര കാണുമ്പോൾ വലിപ്പമൊന്നും തോന്നില്ലെങ്കിലും അത്യാവശ്യം എന്നെ പോലുള്ള ഒരാളെയൊക്കെ താങ്ങാൻ കെൽപ്പുള്ളൊരു സ്റ്റൂളാണ്. അതുകൊണ്ട് കാഴ്ചയിൽ അത്ര ഗുമ്മില്ലെങ്കിലും പവർഫുൾ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇന്ന് ഗ്ലൗ എടുത്തിട്ടുണ്ട്. 2 ഗ്ലൗ എടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഗ്ലൗ എടുത്തിട്ടുണ്ട്, അല്ലാതെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഗ്ലൗവും എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് തണുപ്പത്ത് നല്ല ഒരു ഡിഷാണ്. ഇപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചിക്കൻ, ഇത് കത്തി, ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി പാക്കറ്റിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത്. വെജിറ്റബിൾസും ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അനുസരണയുള്ളവനായതുകൊണ്ട് ഇങ്ങോട്ട് വാടാന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവൻ അവൻ്റെ പണിക്ക് പോട്ടെ. ചിക്കൻ കട്ട് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ശരിക്കും സൂപ്പ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വെജിറ്റബിൾസ് തന്നെയാണ്. മാനുകളൊക്കെ ഓടി കളിക്കുന്ന സ്ഥലമാണ്. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ കൊച്ചിറക്കനുള്ളത് കൊണ്ട് അവരിവിടെ വന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ മാനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരിച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം ഓൺലൈൻ വഴി നമ്മൾ ഓർഡർ ചെയ്തതാണ്. ക്യാമ്പിങ്ങിന് യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. മംഗളകർമ്മം നമ്മൾ തീ കൊളുത്തി ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. വാൽഹല്ലയിലെ കാക്കയാണോ? വൃത്തികെട്ട കരച്ചില്ല. ജലദോഷം പിടിക്കും ചാൻസ് ഉണ്ട്. മഞ്ഞല്ലേ. വെളിച്ചം വേണം എന്നും പറഞ്ഞ് വെളിച്ചത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പൊ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ പെപ്പർ യൂസ് ചെയ്യുക വളരെ ലൈറ്റായിട്ടാണ്. പക്ഷെ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചധികം പെപ്പർ വേണം. ആ ഒരു പെപ്പറിൻ്റെ ആ കുത്തുണ്ടല്ലോ, അത് കിട്ടണം. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അതിനകത്തേക്ക് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഇതിൽ സേവ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടുന്നേ ഉള്ളൂ. അപ്പോഴേക്കും വെള്ളം നല്ലപോലെ തിളച്ച് വരും. വെള്ളം തിളച്ചിട്ടുണ്ട്. മൊത്തം തിളച്ചിട്ടില്ല, തിളച്ച് വരുന്നു. അങ്ങനെ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിരിക്കുന്നു. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏറെക്കുറെ 5-10 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം.
ഇത് എന്തൊക്കെ വെജിറ്റബിൾസ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഇത് സാലറിയുടെ തണ്ടാണ്, പിന്നെ ഗ്രീൻ ഒണിയൻ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇട്ട 2 ഐറ്റംസും അതിൻ്റെ റൂട്ട് വെജിറ്റബിൾസ് ആണ്, പക്ഷെ അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അതാണ് എന്നുള്ളത്. അല്ലാതെ ഇപ്പോൾ ഈ കാണുന്ന പോലെ പാറക്കൂട്ടങ്ങൾ പോലെ തന്നെ തോന്നുള്ളൂ. മഞ്ഞ് കിടക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം. അതാ അവിടെയാണ് ഞാൻ പറഞ്ഞ കൊട്ടാരം. നമ്മൾ ഇട്ടുകൊടുത്ത വെജിറ്റബിൾസും ചിക്കനും ഒക്കെ എന്താ അവസ്ഥ എന്നൊന്ന് നോക്കാം. നല്ലപോലെ തിളച്ചു. സൂപ്പർ. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിൽ നിന്ന് മാറ്റാം. ചിക്കൻ മാറ്റിയിട്ട് നമുക്കിതൊന്ന് പിച്ചി പറിച്ചിടണം. അതിനാണ് നമ്മളിത് മാറ്റുന്നത്. തിളച്ചതെന്ന് എടുത്തിട്ട് കൈ പൊള്ളുന്നില്ലേ എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? പൊള്ളുന്നില്ല, പക്ഷെ നന്നായിട്ട് ചൂടറിയുന്നുണ്ട്. ഒന്ന് നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഫീൽ ആവുന്നില്ല. ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തു കേട്ടോ, നല്ലോണം ഫീൽ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഷ്രെഡഡ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സോയ് സോസ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഓയിസ്റ്റർ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? നമ്മുടെ ചിക്കൻ സൂപ്പ് ടേസ്റ്റ് ചെയ്യാൻ പോവുക. ഇത് നിങ്ങളെ കാണിക്കുക എന്നൊരു പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് വളരെ ചെറിയ ഒരു ബൗളിലേക്കാണ് നമ്മൾ സൂപ്പ് എടുക്കാൻ പോകുന്നത്. നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം. കാണാവോ? ആ ചിക്കൻ്റെ ഫ്ലേവറും വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സൂപ്പ് സൂപ്പറായിട്ടുണ്ട്.